ഹലോ, ഞാൻ കുറച്ച് നാളായിട്ടേ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഇന്നത്തെ അജിമാമൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ മൂത്ത ചേട്ടൻ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ ആയതുകൊണ്ട് തന്നെയല്ല, അതിന് മുന്നേ തന്നെ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു മൂഡ് ഓഫ് തോന്നുന്നുണ്ടായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഏതായാലും ഇന്ന് ഏതായാലും സഞ്ചയനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലുവയിൽ കൊണ്ട് അസ്ഥിയൊക്കെ ഒഴുക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് ഇടുന്ന വീഡിയോസ് തൊട്ട് റീച്ചൊട്ട് കിട്ടുന്നുമില്ല. നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പറയുന്നത് കേൾക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് റെഗുലറായിട്ട് വീഡിയോ ചെന്നാലേ എല്ലാവർക്കും ഒരു താല്പര്യം വരുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ രണ്ടെണ്ണം ഇട്ടിട്ട് നല്ല ഗ്യാപ്പിലായിരുന്നത്, ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ ഗ്യാപ്പിലായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആൾക്കാർക്ക്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറേ പേരൊക്കെ കാണുന്നുണ്ടായിരുന്നു. നമുക്ക് 30K 35K ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോസിനൊക്കെ. അപ്പോൾ ഇപ്പോൾ റീച്ച് കുറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇട്ടാലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് സാഹചര്യം മോശമായതുകൊണ്ട് കുറച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ അജിമാമൻ എന്നായിട്ട് എല്ലാവരും പറയുന്നത്. ഇവിടെ എല്ലാവരും അജിമാമ എന്നാണ് വിളിക്കുന്നത്. അജയകുമാർ എന്നാണ് പേരെങ്കിലും അജിമാമ എന്നെല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അജിമാമൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനാണ് അച്ചാച്ചനെന്ന് അവർ പറയുന്നത്. പണ്ടൊക്കെ മൂത്ത ആൾക്കാർക്ക് അച്ചാച്ചനെന്നാണ് പറയുന്നത്. അപ്പോൾ അച്ചാച്ചൻ മിലിറ്ററി ആയിരുന്നു. മിലിറ്ററിയിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ സർവീസ് കഴിഞ്ഞിട്ട് അവർ നേവൽ ബേസിൽ കോൺട്രാക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർ എറണാകുളത്തെ കടവന്ത്രയിൽ കുമാരനാശാൻ നഗറിലാണ്. അപ്പോൾ അവിടെ മക്കളെ കല്യാണം കഴിച്ചു വിട്ടു. 2 പേര് പെൺപിള്ളേരുണ്ടായിരുന്നു. പിന്നെ മോൻ കൂടെയുണ്ട്, കല്യാണമൊന്നും ആയിട്ടില്ല. അപ്പോൾ പറയാൻ വന്ന കാര്യം, ശരിക്കും ചേട്ടന് യാതൊരുവിധ അസുഖങ്ങളും ഇല്ലായിരുന്നു. അച്ചാച്ചന് ഒരു അസുഖവും ഇല്ലാതിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വയറുവേദനയും നെഞ്ചുവേദനയും കൂടെ ഒരുമിച്ച് വന്നിട്ട് തനിയെ ബൈക്ക് ഓടിച്ച് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായാണ്. പക്ഷേ അപ്പോൾ സ്റ്റൊമക്കിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ റിസ്ക്കാണ്, എങ്കിലും ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിലും റിസ്ക്കാണ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ റിക്കവർ ആയതാണ്. ICU മിനി ICUയിലേക്ക് മാറ്റി. മിനി ICUയിൽ നിന്ന് റൂമിലേക്ക് മാറ്റാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രംഗം വഷളായിട്ട് പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് സഞ്ചയനമായിട്ട് പോയി ആലുവയിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്റ്റീവായിട്ടിരുന്ന ചാച്ചനാണ് മരിച്ചത്. പക്ഷേ ചേട്ടത്തി എന്ന് പറയുന്ന ആൾ കുറേ നാളായിട്ട് ബെഡിൽ തന്നെയെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം കാര്യങ്ങൾക്ക് പോകുന്നല്ലാതെ സ്ഥിരം കിടപ്പ് തന്നെയാണ് കൂടുതലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ പ്രായമാകും തോറും നമ്മുടെ ശരീരം വീക്കാകുന്നുണ്ട്, മനസ്സും വീക്കാകുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും കിടന്നു പോകരുത്. ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് മടിയൊക്കെ ഫീൽ ചെയ്യും അല്ലേ? നമ്മുടെ ജോലികളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടി വരും. അപ്പോൾ ആ മടി ആണ് വിഷയം. എനിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മടി, ദൈവമേ. അപ്പോൾ ഒരു കാരണവശാലും പ്രായമാകും തോറും മടി വരുവാണെങ്കിൽ അത് ഒഴിവാക്കി നമ്മൾ ആക്റ്റീവായിട്ട് ഒരു കാരണവശാലും കിടന്നു പോകും. നമുക്കെല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കിടന്നു പോകും. ഒരു വെള്ളമെടുത്ത് കുടിക്കാനോ, സ്വന്തമായിട്ടൊന്ന് കുളിക്കാനോ, സ്വന്തമായിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് ടോയ്ലറ്റിൽ പോയി ഇരിക്കാനോ, ആഹാരം എടുത്ത് കഴിക്കാനോ ഒക്കെയുള്ള മടി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ മടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് വെച്ചാൽ അച്ചാച്ചൻ എന്ന് പറയുന്ന ആൾ ഈ ചേച്ചിയെ ഇങ്ങനെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഫുൾ ടൈം സപ്പോർട്ട് ചെയ്താണ് എനിക്ക് ഇങ്ങനെയാണെന്ന് എൻ്റെ ഒരു ഊഹം. എന്തിനും നമ്മൾ പുറകെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മടിയായി പോകും. ഇപ്പോൾ ഇവിടെ വന്ന് ഒരു മാസത്തോളം 1.5 മാസത്തോളം അച്ചാച്ചനെ പണ്ട് ബൈപ്പാസ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ വന്ന് കുടുംബമല്ലേ, അപ്പോൾ 1.5 മാസത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കെയർ ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്തും ചേട്ടത്തി മരുന്നെടുത്ത് കഴിക്കത്തില്ല. എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയുണ്ട്. ചേട്ടത്തിക്കുള്ള മരുന്നുകളെല്ലാം തന്നെ ഈ ബൈപ്പാസ് ചെയ്ത് കിടക്കുന്ന അച്ചാച്ചനാണ് എടുത്തെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അന്നേ ഒരു മടി
മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മടിച്ച് മടിച്ച് ഇപ്പോഴും ദോശയും സാമ്പാറും അതും ഇതും എല്ലാ ഫ്രൂട്ട്സുകളെല്ലാം മുട്ടയും അതും ഇതൊക്കെ ആഹാരമൊക്കെ ചേർത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചെടുത്ത് കൊടുക്കുക എന്നുള്ളത് അച്ചാച്ചൻ്റെ സ്ഥിരം ജോലിയായിപ്പോയി. അപ്പോൾ അങ്ങനെ ഇരുന്ന് മടി പിടിച്ചതാണെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം വരുന്നത്. കാരണം ഇനി നമ്മളും ആ ഒരു സ്റ്റേജിലേക്കൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാരണവശാലും മടിച്ച് കിടന്നേക്കല്ലേ. കിടന്നു പോയാൽ നമ്മുടെ ജീവിതം പോയി. മനസ്സിലായോ? തീരെ അങ്ങ് പ്രായമായി കിടപ്പായ ആളല്ല. അതിനേക്കാളും മൂത്തതാണ് അച്ചാച്ചൻ ആക്റ്റീവായിട്ട് ബൈക്കും കാറും ഒക്കെ ഓടിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ചേട്ടത്തി ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് വണ്ണവും വെച്ചിട്ടുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് പോകരുത്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഒരു എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നമ്മൾ പ്രായമാകും തോറും നമുക്ക് മനസ്സിലൊരു മടി ഫീൽ ചെയ്താൽ ചെയ്യുന്നുണ്ട്, എനിക്കൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മടി. അപ്പോൾ അത് ഒരു കാരണവശാലും അത് മനസ്സിൽ കൊണ്ട് നടക്കാതെ മടി മാറ്റിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യണം. ഇപ്പോൾ വീട്ടിൽ നമുക്ക് മരുമകളുണ്ടാകാം, മകളുണ്ടാകാം, അല്ലേ, മോൻ ചെയ്യാം, ആര് ചെയ്താലും നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള പണി എപ്പോഴും നമ്മൾ ചെയ്യണം. പച്ചക്കറി അരിഞ്ഞു കൊടുക്കുകയോ, മുറ്റം തൂക്കുകയോ, മാറാല തൂക്കുകയോ, പരക്കാൻ തൂക്കുകയോ, അവനവൻ്റെ കാര്യം അറ്റ്ലീസ്റ്റ് അതൊന്നും ചെയ്തില്ലെങ്കിലും അവനവൻ കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആഹാരമെല്ലാം എടുത്ത് കഴിക്കുന്ന പാകത്തിന് നിന്നോണം എല്ലാവരും. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് അവസാന കാലമാകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ആരും വെറുതെ ഇരുന്നിരുന്നിരുന്നിരുന്ന് അങ്ങ് ഇരിപ്പായി പോകരുത് കേട്ടോ. ബെഡിൽ അത്യാവശ്യം ഉറങ്ങേണ്ട സമയത്ത് മാത്രം കിടക്കുക. അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നേരം കിടക്കാം. അത് കഴിഞ്ഞ് ടി വി കണ്ടോ, ഒരു പണിയില്ലെങ്കിൽ ടി വിയിൽ സീരിയൽ കണ്ടാലും കുഴപ്പമില്ല, നിങ്ങൾ കുത്തിയിരുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ മനസ്സും ബ്രെയിനും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവും. ഇതൊന്നുമില്ലാതെ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തന്നെ റിലേ പോയി നമ്മുടെ ലോകം ചെറുതായി പോകും. നമുക്ക് ചിന്തിക്കാനൊന്നും ഇല്ലാതെ വരും. നമുക്ക് ആലോചിക്കാനോ അതിൻ്റെ ഒരു പരിഹാരം കാണാനോ ഒന്നും നമ്മുടെ ബ്രെയിനിലില്ല. ബ്ലാങ്ക് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നിനെക്കുറിച്ചും ബോധറാകുന്നില്ല. വെറുതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നോർത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തുരുമ്പായി പോകും, ദ്രവിച്ചു പോകും. അത് ദയവ് ചെയ്ത് പ്രായമായവർ പ്രത്യേകിച്ച് ഒരു കാരണവശാലും വെറുതെ ഇരിക്കല്ലേ. ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമുക്ക് അങ്ങനെ ആവരുത്. ഞാൻ ഉൾപ്പെടെ എന്നോട് തന്നെ ഞാൻ പറയുക, ഒരു കാരണവശാലും വെറുതെ ഇരുന്ന് ദ്രവിപ്പിച്ച് കളയരുത്. കിടന്നു പോകരുത്, കിടക്കേ ചെയ്യരുത്. അത്യാവശ്യം ഉറക്കം വരുന്ന സമയത്ത് കിടക്കുക, ഉച്ച കഴിഞ്ഞൊന്ന് കിടക്കുക. അല്ലാതെ നമ്മളൊരു ജോലിക്കും പോകുന്നില്ലെങ്കിലും നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് പോവും. വീട്ടിലും ജോലിയില്ല, വീട്ടിലെ മക്കളൊക്കെ ഉണ്ട്, അവരും ആ ജോലിയൊക്കെ ചെയ്തിരിക്കുവാണെങ്കിൽ നമ്മൾ വീണ്ടും വെറുതെ ഇരിക്കും. പക്ഷെ അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിനെ ഹെൽപ്പ് ചെയ്യാനെങ്കിലും നമ്മളൊരു ആക്റ്റീവായിട്ട് ഇരുന്നാലേ ശരിയാകുള്ളൂ. അതുപോലെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി അവരെ സഹായിക്കുന്ന രീതിയിൽ ചെയ്താലേ നമുക്കൊരു വാല്യൂ ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങി ഒരു മുറിയിലേക്ക് ഒതുങ്ങി പോയി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. ഒരു മുറിയിൽ ഒരു ബെഡിൽ കിടക്കുവാണ്. വേറെ വീട്ടിലെ ഒരു കാര്യത്തിലും ഒരു ചിന്തയും ഇല്ല, ഒന്നും അറിയുന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആവശ്യമില്ലാതെ റെസ്റ്റ് എടുക്കല്ലേ. എനിക്കത് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അമ്മമാരോടും ചേച്ചിമാരോടും നമ്മളോടുകൂടെ തന്നെ പ്രായമായവരുണ്ടെങ്കിൽ അവരൊക്കെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും കിടന്നു പോകരുത്. അവനവനെ കൊണ്ട് കഴിയുന്ന ജോലി ചെയ്യുക, വർത്തമാനം പറയുക, സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഒരു ചിന്തയില്ലാതെ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഡെഡ് ബ്രെയിനായി പോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് നിൽക്കണം. എല്ലാവരും കുളിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് സുന്ദരികളായിട്ടും സുന്ദരന്മാരുമായിട്ടും ഇരിക്കണം. ആണുങ്ങളോട് കൂടിയാണ് പറയുന്നത് കേട്ടോ. അവർ പിന്നെ ഈ പുകയ്ക്കാനും വലിക്കാനൊക്കെ പുറത്തേക്കൊക്കെ പോകുന്നതുകൊണ്ട് ഒരു ഔട്ടിങ്ങൊക്കെ അവർക്കുണ്ടാകും. പക്ഷേ സ്ത്രീകളാണ് കൂടുതലും വീട്ടിനുള്ളിൽ തന്നെ ചുരുങ്ങി അവരേക്കും പോകുന്നില്ലല്ലോ. ഇപ്പം ആണുങ്ങളാകുമ്പോഴത്തേക്ക് വൈകിട്ട് സന്ധ്യയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വയ്യാലും പതുക്കെ ഒന്ന് നടന്ന് ഒരു സിഗരറ്റൊക്കെ പുകച്ച് ഒരു ചായയൊക്കെ കുടിച്ച് വരുമ്പോൾ കുറച്ച് രാഷ്ട്രീയമൊക്കെ പറഞ്ഞു വരുമ്പോൾ അവർ ആക്റ്റീവായി, അവരുടെ ബ്രെയിൻ വർക്കായി. പക്ഷേ സ്ത്രീകൾ ഇവിടെ ഇരുന്ന് മരുമക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വീട്ടുപണിയെല്ലാം ചെയ്യും. പിന്നെ എന്താ, വെറുതെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് പിന്നെ ആ ആലോചനയും ഇല്ലാതാവും, ശരീരം മോശമാവും. അപ്പോൾ എപ്പോഴും നമ്മുടെ ശരീരവും ബ്രെയിനും വർക്ക് ചെയ്യിപ്പിക്കണം. ഇച്ചിരി വഴക്കിട്ടാലും ശരി വർക്ക് ചെയ്യട്ടെ. മരുമക്കളോട് ഇച്ചിരി വഴക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മുടെ നാക്കും ശരീരവും ബ്രെയിനും ഒക്കെ ഒന്ന് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ സീരിയൽ കണ്ടോട്ടെ. അവർക്ക് വേറെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ സീരിയൽ കാണട്ടെ. അതും പിറ്റേ ദിവസത്തേക്കുള്ളൊരു ഉന്മേഷമാണ്. ഒരു സീരിയൽ കണ്ടു, പിന്നെ അടുത്ത ദിവസം അത് എന്താകും എന്നുള്ള ചിന്ത വരും. അല്ല, ഇപ്പോഴും വൈകിട്ടൊരു ഹോമൊക്കെ ഉണ്ട് ഞാൻ കാണുന്നത് കേട്ടോ.
വിളക്ക് കത്തിക്കുന്ന സമയത്തുള്ള ആ ഹോം വരുന്നത്. ഹോം എന്നൊരു കോമഡി ആയിരുന്നു, പക്ഷേ ഇപ്പം അത് ഇച്ചിരി സീരിയസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നിർത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ, സമയം കിട്ടുന്നില്ല, പ്രാർത്ഥന നടക്കുന്നില്ല. പ്രാർത്ഥന മസ്റ്റാണ് കേട്ടോ, പ്രാർത്ഥന നടക്കാത്തുള്ളൊരു വിഷയമുള്ളൂ ആ സീരിയൽ കാരണം. അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ് 1-2 കോമഡി കാണുന്നത് എനിക്കിഷ്ടം, ചിരിക്കാമല്ലോ ചുമ്മാ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടോണം. ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നൊന്ന് കണ്ടോണം, പഴയ പോലെ റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വരും. ഞാൻ കുറച്ച് മടിച്ചു, കുറച്ച് കാര്യങ്ങൾ തിരക്കൊക്കെ ആയിപ്പോയി, പിന്നെ ഈ മരണം എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ട് സോറി. ഇനി അങ്ങ് റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുക. ചെടികളുണ്ട്, പോസിറ്റീവ് എനർജി കിട്ടുന്ന ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നത്. ഓക്കെ.